ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച സമയത്ത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കണ്ടെത്തുകയാണ് ഉണ്ടായിരുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ബാംഗ്ലൂരു പോലീസിന് അത് കണ്ടെത്താൻ സാധിച്ചു. അപ്പം ഇതിന് പിന്നിൽ കാരണക്കാരൻ ആരാണെന്ന് വെച്ചാൽ ഈ ഹെയർ ഡ്രയർ വരുത്തിയത് ശശികല എന്ന ഒരു സ്ത്രീയാണ്. ശശികല എന്ന സ്ത്രീയുടെ വീട്ടിലേക്കാണ് ഹെയർ ഡ്രയർ വരുത്തിയത്. പക്ഷേ ശശികല ആ സമയത്ത് പുറത്തായിരുന്നു. അപ്പം ഈ കൊറിയർ ബോയ് ശശികലേനെ വിളിക്കുന്ന സമയത്ത് ശശികല പറയുന്നു താൻ പുറത്താണ്, വീടിനടുത്ത് തന്നെയാണ് തൻ്റെ സുഹൃത്ത് താമസിക്കുന്നത്. ഈ സുഹൃത്തിൻ്റെ പേരാണ് രാജേശ്വരി. അങ്ങനെ ഈ കൊറിയർ ബോയ് ഈ ഹെയർ ഡ്രയർ കൊണ്ടുവന്ന് രാജേശ്വരിയുടെ കയ്യിൽ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലൊരു കൊറിയർ കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കും. അവർക്കറിയില്ലല്ലോ ഇതിനുള്ളിൽ ഒരു ഡിറ്റിനേറ്റർ ഉണ്ടെന്നും ഇതുപോലൊരു അപകടം സംഭവിക്കുമെന്നൊക്കെ. അങ്ങനെ ആ സ്ത്രീ ആ ഗിഫ്റ്റ് തുറക്കുന്ന സമയത്ത് തന്നെ വലിയൊരു എക്സ്പോഷർ ഉണ്ടാകുന്നു. കൈകൾ രണ്ടും പൊട്ടിത്തെറിച്ച് പോകുന്നു. അപ്പോൾ ഈ ഒരു സ്ത്രീയെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. എത്രത്തോളം റിക്കവർ ആകും എന്നുള്ളത് അറിയാൻ സാധിക്കില്ല. മാക്സിമം സർജറി ചെയ്ത് വെക്കാൻ പറ്റുന്ന വിരലുകളൊക്കെ വെക്കുമായിരിക്കും. അങ്ങനെ എന്തിനാണ് ശശികലയുടെ വീട്ടിലേക്ക് ഇങ്ങനൊരു കൊറിയർ ശശികലയ്ക്ക് ആരാണ് അയച്ചു കൊടുത്തത്? അങ്ങനെ പോലീസ് അന്വേഷിക്കുകയുണ്ടായി. അപ്പം അന്വേഷിക്കുന്ന സമയത്ത് വലിയൊരു ട്വിസ്റ്റിലേക്കാണ് ഈ കഥ ചെന്ന് അവസാനിക്കുന്നത്. അവിടെ സിദ്ധപ്പ എന്ന് പറയുന്ന ഒരു ആളും ഈ ശശികലയുടെ സുഹൃത്തായ രാജേശ്വരിയും തമ്മിൽ പ്രണയത്തിലാണ്. രാജേശ്വരിയുടെ ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. 37 വയസ്സാണുള്ളത്. അപ്പം സിദ്ധപ്പയുമായിട്ടുള്ള ഈ ഒരു ബന്ധം രാജേശ്വരിയുടെ സുഹൃത്തായ ശശികല എതിർക്കുന്നു. അപ്പം അങ്ങനെ എതിർത്ത് കുറേ കൺവിൻസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രാജേശ്വരി ഈ സിദ്ധപ്പയോട് ഒരു അകലം കാണിക്കുന്നു. അങ്ങനെ ഈ അകലം കാണിച്ച് ഒഴിവാക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വന്ന സമയത്ത് സിദ്ധപ്പ വിചാരിക്കുന്നു ഈ ശശികലക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന്. അങ്ങനെയാണ് ഈ ഒരു പാറയൊക്കെ പൊട്ടിക്കുന്ന ഈ ഒരു ഡിറ്റിനേറ്റർ ആ ഒരു മെഷീനിൽ ഘടിപ്പിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ വലിയൊരു എക്സ്പോഷർ ഉണ്ടാകും. അത് ഓപ്പൺ ചെയ്യുന്ന വ്യക്തി ആരാണോ അവർ വലിയൊരു അപകടത്തിൽപ്പെടുന്ന രീതിയിലാണ് ഇത് അദ്ദേഹം ഉണ്ടാക്കി പാർസൽ ചെയ്ത് അയച്ചത്. അങ്ങനെ എന്താ പറയുക, ശശികല ആ സമയത്ത് ശശികലയുടെ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നില്ല. രാജേശ്വരിനോട് അത് കളക്ട് ചെയ്യാൻ പറയുന്നു. ഈ രാജേശ്വരി സിദ്ധപ്പ പ്രണയിക്കുന്ന ആളാണ്. അങ്ങനെ കൂട്ടുകാരിക്ക് പണി കൊടുക്കാൻ നോക്കിയതാണ്. പക്ഷേ അത് കിട്ടിയത് സിദ്ധപ്പയുടെ കാമുകിക്ക് തന്നെയാണ്. അപ്പം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പോലീസുകാരാണ് കേട്ടോ, അവരെ സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ അവരുടെ ഒരു ബ്രില്യൻസിലാണ് ഈ സംഭവങ്ങളെല്ലാം തെളിയിക്കപ്പെടുന്നത്. അങ്ങനെ പോലീസുകാർ അന്വേഷിച്ച സമയത്ത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് മാത്രമാണ് ഒരു ഡിറ്റിനേറ്റർ ഘടിപ്പിക്കാൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വരുന്ന സമയത്ത് പാറ പൊട്ടിക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു ഡിറ്റിനേറ്ററാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പോലീസുകാർ കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ സിദ്ധപ്പയിലേക്ക് എത്തുന്നത്. ഇത് ശരിക്കും ഒരു കൊലപാതക ശ്രമമാണ്. ആ ഒരു കൊലപാതക ശ്രമമായതുകൊണ്ട് തന്നെ ഒരുപാട് വർഷം ഈ സിദ്ധപ്പ അകത്ത് കിടക്കേണ്ടി വരും. അപ്പം ഇതിലൊന്നും പെടാത്ത നിരപരാധിയായ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, കാമുകിക്ക് ഇത് സംഭവിക്കുകയുണ്ടായി. നിരപരാധിയായ ശശികല രക്ഷപ്പെടുകയും ഉണ്ടായി. അങ്ങനെ സിദ്ധപ്പ ശശികലക്ക് കൊടുത്ത ഈ ഒരു പണി ഇതിൽ അകപ്പെട്ടത് അല്ലെങ്കിൽ ഇതിൽ ഇരയായത് രാജേശ്വരി തന്നെയാണ്. പോലീസുകാരുടെ വളരെ കൃത്യമായ ഇടപെടൽ മൂലമാണ് സിദ്ധപ്പയെ പിടിക്കാനായത്. ഇനി ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഇത് വ്യക്തമായും ഒരു കൊലപാതക ശ്രമം തന്നെയാണ്. ഒരുപാട് വർഷം അകത്ത് കിടന്നേക്കാവുന്ന ഒരു വലിയൊരു കുറ്റം തന്നെയാണ്. അപ്പം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നമുക്ക് ഒരാളോട് പക തോന്നാം, പക്ഷെ അതൊക്കെ ഒരാളെ കൊല്ലാൻ മാത്രമുള്ള രീതിയിലേക്ക് പോകുന്നതാണ് ഇതുപോലത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ. പലപ്പോഴും ഇത്തരം ക്രൈം ചെയ്യുന്ന ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും തെളിയിക്കില്ല, ഇതൊന്നും പുറത്തേക്ക് വരില്ല എന്നാണ്. പക്ഷേ നമ്മളെ ഇത്തരം തെറ്റുകൾ ചെയ്താലും എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രൂഫ് ഉണ്ടാകും.
പോലീസുകാരും നിയമ സംവിധാനങ്ങളും എല്ലാം വളരെ ട്രെയിൻഡാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ് അവരും ഈ ഒരു മേഖലയിലുള്ളത്. ഇനി അറിയേണ്ടത് ഇതിൻ്റെ ശിക്ഷ എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ്. വളരെ കുറച്ച് സമയങ്ങളെടുത്ത് ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. വളരെ ഇനി എത്രയും വേഗത്തിൽ തന്നെ ശിക്ഷ കിട്ടട്ടെ